ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. യോശുവയുടെ പുസ്തകം 13-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. യോശുവ ഇസ്രായേൽ മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ കനാനിലേക്ക് വഴി നടത്തുകയാണ്. കനാൻ്റെ ഏകദേശം പ്രദേശത്ത് അവർ എത്തുന്നു. ഇന്നലെ നമ്മൾ കണ്ടു, 31 രാജാക്കന്മാരെ അവർ കീഴ്പ്പെടുത്തി കനാൻ ദേശം സ്വന്തമാക്കുന്നു. ഇപ്പോൾ യോശുവ പ്രായം ചെന്ന് വൃദ്ധനായി. ഇനി അദ്ദേഹത്തിൻ്റെ അന്ത്യനാളുകൾ അടുത്തു വരികയാണ്. ഇവിടെ യഹോവയായ ദൈവം യോശുവയോട് പറയുന്നു, ഈ പിടിച്ചെടുത്ത കനാൻ ദേശം നീ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് വിഭജിച്ചു കൊടുക്കണം. അങ്ങനെ ഈ പിടിച്ചെടുത്ത പശ്ചിമ കനാൻ്റെ ദേശം 9.5 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുക്കുന്നു. ബാക്കി 2.5 ഗോത്രങ്ങൾക്കുള്ളത് യോർദാന് കിഴക്ക് മോശയുടെ കാലത്ത് തന്നെ അവർക്ക് കൊടുത്തതായി നമ്മൾ നേരത്തെ കണ്ടതാണ്. അങ്ങനെ 9.5-യും 2.5-യും 12 ഗോത്രങ്ങൾക്ക് യോർദാന് കിഴക്കും അതിൻ്റെ യോർദാൻ അക്കരെയുള്ള പ്രദേശങ്ങളുമായി ഭാഗിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ യോശുവയെ സംബന്ധിച്ചിടത്തോളം എന്തുദ്ദേശത്തോടുകൂടി ദൈവം തന്നെ ഈ സ്ഥാനത്താക്കിയോ അത് ദൈവാനുഭവത്തോടെ, ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി യോശുവ തൻ്റെ കാലം അവിടെ പൂർത്തീകരിക്കുകയാണ്. തൻ്റെ ദൗത്യം അവിടെ പൂർത്തീകരിക്കുകയാണ്. പുതിയ നിയമത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം ഐഹികമല്ല. വിശ്വാസികളുടെ യഥാർത്ഥ രാജ്യം സ്വർഗീയ കനാനാണ്. ആ സ്വർഗീയ കനാനെ ലക്ഷ്യമാക്കി ഞാനും നിങ്ങളും യാത്ര ചെയ്യുന്നവരാണ്. മാമോദീസായിൽ ആരംഭിച്ച് ജീവിതമാകുന്ന മരുഭൂമി യാത്രയിലൂടെ യാത്ര ചെയ്ത് സ്വർഗീയ കനാനെ ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ചെയ്യുന്നു. ഈ യാത്രയിൽ സ്വർഗീയ മന്നയാകുന്ന കർത്താവിൻ്റെ ശരീരവും ഇസ്രായേൽ ജനം പാറയിൽ നിന്നുള്ളതായ വെള്ളം കുടിച്ചതുപോലെ കർത്താവിൻ്റെ രക്തവും നമ്മൾ പാനം ചെയ്ത് ആ വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ സ്വർഗരാജ്യത്തെ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുന്നു. നമ്മുടെ ദേശം സ്വർഗീയ കനാനാണ്. അവിടെയാണ് നമുക്ക് അവകാശമുള്ളത്. ഈ ഭൂമി നമ്മൾ യാത്ര ചെയ്യുന്ന മരുഭൂപ്രദേശം മാത്രമാണ്. ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ അവകാശങ്ങളൊന്നുമില്ലായിരുന്നു. അവിടെ നടന്നു പോയത് മാത്രമേ ഉള്ളൂ. താൽക്കാലികമായി അവിടെ കൂടാരമടിച്ചവരവിടെ താമസിച്ചു. അവിടെ താൽക്കാലികമായി സമാഗമന കൂടാരമാണെന്ന് ദൈവത്തെ അവർ ആരാധിച്ചു. ഇതുപോലെ ഈ ഭൂമിയിൽ നമുക്കുള്ളതായ സ്ഥലത്ത് നമ്മളും താൽക്കാലികമായ ഭവനങ്ങൾ പണിത് അവിടെ പാർക്കുകയും ഇവിടെ നമ്മൾ ദേവാലയങ്ങളും ആരാധനാലയങ്ങളും പണിത് ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഈ മരുഭൂമി യാത്രയിൽ ഇനി ചെന്നെത്തുന്നതായ സ്വർഗീയ കനാനാണ് നമ്മുടെ യഥാർത്ഥ ദേശം. ആ ദേശത്തെ ലക്ഷ്യമാക്കി നമ്മൾ ജീവിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചതും ഉപദേശിച്ചതൊക്കെ ആ രാജ്യത്തെക്കുറിച്ചാണ്. അവൻ പറഞ്ഞു, ആ രാജ്യം നിങ്ങളുടെ സമ്പാദ്യം ആ രാജ്യത്താവട്ടെ. ആ രാജ്യത്തിൻ്റെ പ്രത്യേകത പുഴുവും തുരുമ്പും ഒന്നും നശിപ്പിക്കാത്ത രാജ്യവും സമ്പാദ്യവുമാണ് അവിടെ. ഈ ഭൂമിയിലുള്ളതൊക്കെ നശിച്ചു പോകുന്നതാണ്, താൽക്കാലികമാണ്. ആ അനശ്വരമായ ലോകത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും അതിനുവേണ്ടി പ്രത്യാശിക്കുവാനും നമുക്കിടയാവണം. നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളൊക്കെ അതിന് നമ്മെ സഹായിക്കണം. അതുകൊണ്ട് പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ, അഥവാ നിർഭാഗ്യവാന്മാരത്രേ. നമ്മൾ പലപ്പോഴും ഈ ഭൂമിയിലേക്ക് മാത്രമാണ് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നത്. ഈ ഭൂമിയിലെ കാര്യങ്ങളൊക്കെ ക്രമമായി നമുക്ക് നടന്നു കിട്ടുവാനും രോഗങ്ങളോ കഷ്ടതകളോ പ്രതിസന്ധികളോ ഇല്ലാത്തൊരു ജീവിതം നയിക്കുവാനും നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞത്, മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ നിർഭാഗ്യവാന്മാരാണ്. വരാനിരിക്കുന്ന ലോകത്തെ ലക്ഷ്യമാക്കി നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ ഭാഗ്യവാന്മാരായിട്ട് തീരുന്നത്.
ആ രാജ്യത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുകയാണ്. ഞാൻ വന്ന ശേഷം ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളും, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഞാൻ ഇരുത്തും. അപ്പോൾ കർത്താവ് നമുക്ക് സ്ഥലമൊരുക്കിയ ശേഷം രണ്ടാമത് കർത്താവ് വീണ്ടും വരും. വിശ്വാസികളായവരെ തന്നോട് ചേർത്ത് താൻ ഇരിക്കുന്ന സ്ഥലത്ത് ആ സ്വർഗരാജ്യത്തിൽ നമ്മെ ഇരുത്തും. ആ രാജ്യത്തെ ലക്ഷ്യമാക്കിയാണ് നമ്മൾ വിശ്വാസപ്രമാണം ചൊല്ലുന്നത്. മരിച്ചുപോയവരുടെ ആ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ആ ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുകയാണ്. ആ ഒരു പ്രത്യാശ നമുക്കുള്ളത് കൊണ്ടാണ് ഈ ഭൂമിയിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും ക്ലേശങ്ങളെയും നിരാശകളെയും ദുഃഖങ്ങളെയൊക്കെ പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുന്നത്. ആ ലോകത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആരാധനകളൊക്കെയും നമ്മെ സഹായിക്കേണ്ടതാണ്. ഈ ഒരു വലിയ പ്രത്യാശ ആദിമ നൂറ്റാണ്ടിലെ നമ്മുടെ പിതാക്കന്മാർക്കുണ്ടായിരുന്നതുകൊണ്ടാണ് ഈ ഭൂമി അവർ വേണ്ടെന്ന് വെച്ചത്. ലോകം, താത, സഹോദര, ജാതി, തറവാട് എല്ലാം ഉപേക്ഷിച്ചു. കർത്താവിനായി മരിച്ചാൽ മതി, മരിച്ചു കഴിയുമ്പോൾ അടുത്ത ലോകത്തേക്കുള്ള പ്രവേശനം സാധ്യമാകുന്നു എന്നുള്ള വലിയ കാഴ്ചപ്പാട് അവർക്കുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാട് നമുക്കില്ലാത്തതാണ് നമുക്ക് ദുഃഖത്തിനും നിരാശയ്ക്കും ഒക്കെ കാരണമായിട്ട് മാറുന്നത്. അതുകൊണ്ട് ആ ലോകത്തേക്ക് പ്രത്യാശ വെച്ച് ജീവിക്കുവാൻ നമുക്കിടയാകണം. നോമ്പിലെ പ്രാർത്ഥനകളും വേദപുസ്തക വായനകളും ആരാധനകളൊക്കെ അതിന് നമ്മെ സഹായിക്കട്ടെ. ദൈവമേ, അവരാനിക്കുന്ന ലോകത്തെ ലക്ഷ്യമാക്കി ജീവിച്ച് നശ്വരമായ ഭൂമിയേക്കാൾ ഉപരിയായ അനശ്വരമായ ലോകത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ, പ്രാപ്തരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം അതിനുള്ള എല്ലാ കൃപകളും എല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു സുഖദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.